നമസ്കാരം. മേടം 1 വളരെയധികം വിശേഷപ്പെട്ടതായ ദിവസം തന്നെയാണ്. ഏപ്രിൽ മാസമാണ് മേടം തുടങ്ങുന്നത്. ഏപ്രിൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കും. ഈ സമയം ചില രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഏപ്രിൽ മാസം അനുകൂലമായി തീരുന്ന ആ രാശിക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവർക്ക് പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ധനപരമായ നേട്ടങ്ങളും മറ്റ് സൗഭാഗ്യങ്ങളും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ അറിയാം. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഏപ്രിൽ മാസം ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഈ രാശിയുടെ 11ാം ഭാവത്തിലേക്ക് ശുക്രൻ ബലവാനായി പ്രവേശിക്കുന്നതാണ്. കൂടാതെ ഈ കാലയളവിൽ വ്യാഴത്തിന്റെ അനുഗ്രഹവും ഇടവം രാശിയിൽ വന്ന് ചേരുന്നതാകുന്നു. ഇത് ഏപ്രിൽ മാസത്തിൽ ഈ 2 ഗ്രഹങ്ങൾ ധാരാളം വരുമാന അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു, അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ നൽകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുക. പരിശ്രമവും കഠിനാധ്വാനവും കാഴ്ചവെച്ചാൽ ഏപ്രിൽ മാസം കഠിനാധ്വാനത്തിന് ഫലം ഉറപ്പ് തന്നെയാണ് എന്നർത്ഥമാക്കാം. ഈ സമയം പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭകരമായ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ തേടിയെത്തുന്ന സമയമാകുന്നു. ചിലവുകൾ വർദ്ധിക്കാം എങ്കിൽ പോലും ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള അവസരങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം ആഗ്രഹ പൂർത്തീകരണത്തിന് ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. സമയം അനുകൂലമാകുന്നു. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഏപ്രിൽ മാസം കർക്കിടകം രാശിയിലുള്ളവർക്കും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. മാസത്തിന്റെ തുടക്കം തന്നെ പല വിധത്തിലും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ഒന്നിൽ കൂടുതൽ സംരംഭങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വലിയ ലാഭം തന്നെ പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കാവുന്ന കാര്യമാണ്. പലപ്പോഴും യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട യാത്രകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പ്രത്യേകിച്ചും ഏപ്രിൽ മാസത്തിന്റെ 2ാം പകുതിയിൽ യാത്രകൾ വർദ്ധിക്കാവുന്നതാണ്. സ്വാധീനമുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സ്വാധീനമുള്ള ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ലഭിക്കുക, അവരുമായി സൗഹൃദം പുലർത്തുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉയർച്ച ജീവിതത്തിൽ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പരീക്ഷകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പരീക്ഷകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. വ്യവസായികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭവും പുരോഗതിയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വ്യക്തിബന്ധങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് എന്ന പ്രത്യേകതയുണ്ട്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം അവസാന മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. പ്രധാനമായും ശുക്രൻ അനുകൂല സ്ഥാനത്താണ് ഉള്ളത്. തന്മൂലം പല രീതിയിലും അനുകൂലമായ ഫലങ്ങൾ, കരിയറുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ,
നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനലാഭം നേടിയെടുക്കുവാൻ സഹായകരമായ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവനക്കാർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സമൃദ്ധി, സന്തോഷം ജീവിതത്തിലേക്ക് വന്നു ചേരാം. വ്യാപാരികളുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സമയമാകുന്നു. വളരെയധികം ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അത് ആസ്വദിക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. വിവിധ ശുഭകരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടുവാൻ സാധിക്കും. ഏപ്രിൽ മാസം നിങ്ങൾക്ക് അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സമൂഹത്തിൽ ഈ സമയം സ്വീകാര്യത, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വളരെയധികം വിജയ സാധ്യത കടന്ന് വരുന്നതായ സമയമാകുന്നു. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരാം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴശനിയുടെ സ്വാധീനം കുറയുമ്പോൾ സമൂഹത്തിൽ വളരെയധികം ബഹുമാനവും ആദരവും ലഭിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ കാലയളവിൽ മകരം രാശിക്കാർക്ക് ധനപരമായ ലാഭം നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ കാര്യങ്ങൾ, പുരോഗതി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അനുകൂലമായ നിരവധിയാർന്ന അവസരങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാണ് ഇത്. വളരെ കാലമായി കാത്തിരുന്നതായ പലവിധ നേട്ടങ്ങൾ സഫലമാകുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ആഡംബരപരമായ വസ്തുക്കൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുക, ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ സമയം ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഏപ്രിൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നു വരാം. വീട്ടിലും കുടുംബത്തിലും പ്രധാനമായും അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ശുക്രൻ മീനത്തിൽ ഉച്ചസ്ഥിതിയിലായിരിക്കും. കൂടാതെ സൂര്യനും ബുധനും മീനത്തിൽ ചേർന്ന് ബുധാദിത്യ രാജയോഗവും സൃഷ്ടിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ വരും മാസങ്ങളിൽ കരിയർ, കുടുംബം, ആരോഗ്യ മേഖലകളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലി ചെയ്യുന്നവർക്ക് പരിശ്രമത്തെ തുടർന്ന് കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാത്തതായ ലാഭം ലഭിക്കുക, സമ്മാനങ്ങൾ തേടിയെത്തുക, ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ സ്വന്തമാക്കുക, വാഹന ലാഭം, വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഉള്ളത്. പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ ദിവസം തന്നെയാണ് ഏപ്രിൽ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക.